കുഞ്ഞാറ്റയും അതുപോലെ തന്നെ അമലും തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ കുഞ്ഞാറ്റ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു അമൽ കുറേയധികം പെൺകുട്ടികളുമായിട്ട് ചാറ്റൊക്കെ നടത്തുന്നു എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേയധികം പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് പൊന്നൂസിൻ്റെ കാര്യം. കാരണം പൊന്നൂസും ഈ ഒരു അമലും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ നേരത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഈ ഒരു കുഞ്ഞാറ്റ ആ ഒരു വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം, എനിക്ക് പൊന്നൂസിനെ നല്ല രീതിയിൽ അറിയാവുന്നൊരു ആളാണ്. പൊന്നൂസ് എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഒരു അമലുണ്ടെങ്കിൽ മറ്റുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഭയങ്കര ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതേ കണക്ക് പൊന്നൂസിൻ്റെ പേര് വലിച്ചഴച്ചതാണ്. അല്ലാതെ പൊന്നൂസും അവനുമായിട്ട് ഒരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെനിക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു കുഞ്ഞാറ്റ ഇട്ട വീഡിയോയിൽ കുഞ്ഞാറ്റ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിന് താഴെ വന്നിട്ട് പൊന്നൂസ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും എന്തുമാത്രം അനുഭവിച്ചെന്ന് അറിയാമോ? കുറേയധികം പേര് ഞങ്ങൾക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി സംസാരിച്ച എൻ്റെ ഭർത്താവിനെതിരെ വരെ ആൾക്കാർ മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടു എന്നുള്ള രീതിയിൽ പൊന്നൂസ് ആ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് കുഞ്ഞാറ്റ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിന്നെ പറ്റി അറിയാവുന്ന കാര്യമല്ലേ, അവനുണ്ടെങ്കിൽ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കര പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നിൻ്റെ പേര് വലിച്ചഴച്ചതാണ്. അത് ഇത്രയും വലിയൊരു കാര്യമായത് അവൻ്റെ ക്യാരക്ടർ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുഞ്ഞാറ്റ അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു.